നമസ്കാരം. ഒരു വലിയ ദുരന്തം കൊച്ചിയിൽ തലനാരിഴയ്ക്ക് ഒഴിവായിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടി. ലാൻഡിംഗ് ഗിയറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി ഇറക്കിയിരിക്കുന്നത്. വിമാനത്തിൽ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ അടിയന്തരമായി ഇറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് സിയാൽ അറിയിച്ചിട്ടുണ്ട്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ടിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX398 ആണ് വഴിതിരിച്ചുവിട്ട് കൊച്ചിയിൽ ഇറങ്ങിയത്. വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിൽ സാങ്കേതിക പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലേക്ക് അടിയന്തര ലാൻഡിംഗിന് വിമാനം ശ്രമിച്ചത്. 160 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. 9:07 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി സിയാൽ അറിയിച്ചു. ലാൻഡിംഗിന് ശേഷമുള്ള പരിശോധനയിലാണ് ടയറുകൾ പൊട്ടിത്തെറിച്ചത് കണ്ടെത്തിയത്. നിലവിൽ വിമാനത്താവളത്തിനകത്തുള്ള യാത്രക്കാരെ മറ്റൊരു വിമാനം എത്തിച്ച് കരിപ്പൂരിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് സാധിച്ചില്ലെങ്കിൽ റോഡ് മാർഗം എത്തിക്കും. അടിയന്തര ലാൻഡിംഗ് ശ്രമിച്ചതോടെ വിമാനത്താവളത്തിൽ CISF, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജരായി നിന്നിരുന്നു. എന്നാൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാനുമായി. അടിയന്തര സാഹചര്യം ഒഴിവായ ആശ്വാസത്തിലാണ് വിമാനത്താവള അധികൃതർ. ഇതിനിടെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കാർ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസം രാവിലെ 6:05 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് IX530 വിമാനമാണ് സർവീസ് നടത്താതെ യാത്രക്കാരെ വലച്ചത്. ഇതേ തുടർന്ന് 150 യാത്രക്കാരോളം വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു. മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിയെങ്കിലും വീണ്ടും പുറത്തിറക്കി. വിമാനം റദ്ദാക്കിയെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നേരത്തോടെയാണ് അറിയിച്ചത്. പകരം വിമാനമോ യാത്രാ മാർഗമോ അറിയിച്ചില്ലെന്ന് യാത്രക്കാർ പരാതി പറഞ്ഞു. വിമാനം റദ്ദാക്കിയതിനാൽ അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർ കരയുന്നതിന്റെയും പ്രതിഷേധിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. യാത്രക്കാരുടെ പ്രയാസം മനസ്സിലാക്കി വിമാനത്താവള പോലീസ് ഇടപെട്ട് ചർച്ചകൾ നടത്തി. യാത്രക്കാരെയെല്ലാം ഹോട്ടലിലേക്ക് മാറ്റി. തുടർന്ന് ഇന്ന് രാവിലെ 7:30 മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിനകം അറിയിച്ചത്. പിതാവ് മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ എത്തിയവരും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മണിക്കൂറുകളോളം ഈ വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം യാത്രക്കാരെയെല്ലാം ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7:30 മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടർന്ന് അറിയിക്കുകയായിരുന്നു. യാത്രക്കാരെ ആദ്യം ഒരു വിമാനത്തിൽ കയറ്റിയെങ്കിലും അധികം വൈകാതെ തന്നെ പുറത്തിറക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചത്. യാത്രക്കാർ ഏകദേശം 15 മണിക്കൂറോളം ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവം വരുന്നുണ്ട്. മെക്സിക്കോയിൽ ചെറു വിമാനം തകർന്ന് 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:31 മെക്സിക്കോ സിറ്റിക്ക് പടിഞ്ഞാറ് 50 കിലോമീറ്റർ അകലെയുള്ള സാൻ മാറ്റിയോ അറ്റൻകോയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായത്. സാങ്കേതിക തകരാർ അനുഭവപ്പെട്ട സെസ്ന മോഡൽ വിമാനം ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക് അടിയന്തരമായി ഇറക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് തകർന്നടിഞ്ഞത്. ഒരു കെട്ടിടത്തിന്റെ ലോഹ മേൽക്കുരയിൽ ഇടിച്ച വിമാനം തീപിടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. മെക്സിക്കോയുടെ പസഫിക് തീരത്തുള്ള അകാപുൽക്കോയിൽ നിന്ന് പറന്നുയർന്നതാണ് വിമാനം. ടുലൂക്ക വിമാനത്താവളമായിരുന്നു ലക്ഷ്യസ്ഥാനം. അപകടമുണ്ടായത് ഇതിന് 5 കിലോമീറ്റർ അകലെ വെച്ചാണ്. 8 യാത്രക്കാരും 2 പൈലറ്റുമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പ്രദേശവാസികൾ സുരക്ഷിതരാണ്. തീപിടുത്തത്തെ തുടർന്ന് മേഖലയിലെ 130ഓളം പേരെ ഒഴിപ്പിച്ചു. അപകടത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.